ഹലോ, ഇത് നമ്മൾ നാട്ടിൽ പോവാണ് കേട്ടോ. നാടെന്ന് പറഞ്ഞാൽ കോട്ടയം പാല ആ സൈഡിലോട്ടാണ്. പൊന്നാര ചേച്ചിയെ ആ ഷോ നിർത്തിയിട്ട് ആരൊക്കെ ഒന്ന് കാണിക്കും. യാത്രയ്ക്ക് പപ്പയുണ്ട്, അമ്മയുണ്ട്, പെങ്ങളുണ്ട്. ചില സാങ്കേതിക കാരണങ്ങൾ കെട്ടികൾക്ക് വരാൻ പറ്റിയില്ല കേട്ടോ. അതിന്റെ ഒരു നിരാശ എന്റെ മുഖത്തുണ്ടല്ലേ. ഇതാണ് ഞങ്ങൾ പോകുന്ന വണ്ടി കേട്ടോ. എപ്പം നിലമ്പൂര് പാസ് ചെയ്യുമ്പോഴും റോസിന്റെ ഫ്രണ്ടിലുള്ള ഈ മാതാവിന്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കാതെ പോകാറില്ല. ഡ്രൈവിംഗ് പഠിച്ച കാലം തൊട്ടുള്ള ശീലമാണ്, ഇതുവരെ മാറിയിട്ടില്ല. എന്തോ ഇവിടുന്ന് പ്രാർത്ഥിച്ചു പോയാലും ബാക്കി മാതാവ് നോക്കിക്കോളും എന്നുള്ളൊരു വിശ്വാസമാണ് കേട്ടോ അത്. എന്ത് ഭംഗിയല്ലേ ഈ നിലമ്പൂര് കാണാനായിട്ട്. ചുമ്മാതാണോ എല്ലാ വീഡിയോയിലും വൈറലാകുന്നത്. ഈ വഴി പോകുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, ഏതൊരു നിലമ്പൂരുകാരന്റെയും സ്വകാര്യ അഹങ്കാരമാണ്. അങ്ങനെ ഞങ്ങൾ പട്ടാമ്പി പാലം പാസ് ചെയ്തൊരു ഫ്രൂട്ട്സ് കടയുടെ ഫ്രണ്ടിൽ നിർത്തി കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കുറിക്കാൻ മേടിച്ച് വീണ്ടും ഞങ്ങളുടെ യാത്ര തുടർന്നു. പട്ടാമ്പിയിൽ നിന്ന് തലശ്ശേരി റൂട്ടിനാണ് കേട്ടോ ഞങ്ങൾ തൃശ്ശൂർ ചാടുന്നത്. ഗൂഗിൾ മാപ്പിലും ഈ സെയിം റൂട്ട് തന്നെയാണ് കാണിക്കുന്നത്. ഈ പള്ളി ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടൊരു വണ്ടി എടുക്കുന്നത് ഈ പള്ളിയുടെ ഫ്രണ്ടിൽ വെച്ചാണ് കേട്ടോ. തൃശ്ശൂർ ഹൈവേ കയറിയപ്പോൾ തന്നെ ചെറിയ തോതി മഴ പെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ആ മഴയത്ത് ഡ്രൈവ് ചെയ്യാൻ നൈസ് മൂഡായിരുന്നു. ഹൈവേ പിടിക്കുന്നവർ ശ്രദ്ധിച്ചോണേ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നല്ല റോഡ് പണിയും ബ്ലോക്കാണ്. അത് കഴിഞ്ഞ് നല്ലൊരു സ്ഥലം നോക്കി ഞങ്ങൾ വണ്ടി സൈഡാക്കി കൊണ്ടുവന്ന് അപ്പവും മുട്ട റോസ്റ്റും കഴിക്കാനായിട്ട്. പറഞ്ഞില്ലല്ലോ, പപ്പയുടെ ഒരു ചേട്ടനും അനിയനും ഫാമിലിയാണ് കേട്ടോ മറ്റേ വണ്ടിയിൽ. കഴിക്കാൻ മുട്ട റോസ്റ്റ് ഉണ്ടെങ്കിലും എന്റെ ഹലുവയും വീഡിയോയും റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. ഇങ്ങനെ വല്ലപ്പോഴുള്ള യാത്രകളിൽ വഴിയിലിരുന്ന് ഫുഡൊക്കെ അടിച്ച് സന്തോഷമായിട്ട് പോകുന്നതിനൊരു പ്രത്യേക വൈബാണ് കേട്ടോ. ഇതൊരു തീർത്ഥാടന യാത്രയാക്കൂടെ എന്നാരും ചോദിക്കരുത്. ഇത് കൊരട്ടി അന്തോണീസ് ഉണ്ണിയാളുടെ പള്ളിയാണ് കേട്ടോ. ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. അങ്ങനെ കാലടി പാലം കയറിയപ്പോൾ ലാൻഡ് ചെയ്യാൻ പോകുന്ന ഒരു ഫ്ലൈറ്റ് കണ്ടു. കുറെ നാളുകൂടി തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാണാനായിട്ട് എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരായിരിക്കില്ല അതിൽ കൂടുതൽ. എന്നാ ഫീലല്ലേ. ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടി വണ്ടി സൈഡാക്കി പോകേണ്ട അതിന്റെ തൊട്ടടുത്തൊരു കുളം. ചെക്കന്മാരൊക്കെ അവിടെ കുളിക്കുന്നുണ്ട് കേട്ടോ. നാട്ടിലാണെങ്കിൽ പുഴയിലും തോട്ടിലൊക്കെ ചാടാൻ പോകുന്ന സമയമാണേ, മഴക്കാലം അല്ലേ. ഇതൊക്കെ എന്റെ പെങ്ങന്മാരാണ് കേട്ടോ. ഇവരാണ് ഈ യാത്രയിലെ എന്റെ കമ്പനി. കുളത്തിന്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ ഒരു ഉപ്പിലിട്ട കട കണ്ടപ്പോൾ എല്ലാവരും പിന്നെ അങ്ങോട്ടായി. സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞാൽ ചേട്ടൻ ഒരു പൈനാപ്പിളിന്റെ പീസ് തന്നു. കാന്താരിയിൽ മിക്സ് ചെയ്തതെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. അണ്ടകടാഹം വരെ പുകഞ്ഞുപോയി. ഒരാശ്വാസത്തിന് മേടിച്ചാണ് ഇത്. ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് പറയുന്നത് കമന്റ് ചെയ്യണേ. ഞങ്ങൾ ഇതിന് കടിച്ചപറിച്ച് എന്നാണ് പറയാ. അതൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് വെങ്ങല്ലൂരുള്ള ലഡു കട കണ്ടത്. എന്റെ പൊന്നെ, എന്നാ ഒരു വലുപ്പമെന്ന് ലഡുവിനൊക്കെ. വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. ഞങ്ങൾ ലഡുവും ജിലേബിയും ട്രൈ ചെയ്ത് നോക്കി. ഓവർ മധുരമൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. പിന്നെ അങ്ങോട്ടേക്ക് കിടുക്കാച്ചു മഴയായിരുന്നു കേട്ടോ. മാത്രമല്ല തൊടുപുഴ പാല റൂട്ടും. മച്ചാൻ അത് പോരളിയ. മഴ അങ്ങ് തുറന്നപ്പോഴത്തേക്ക് എന്നാ പിന്നെ ഓരോ ചായ കുടിക്കാനായി. ഈ കണ്ണാടിക്കൂട്ടിൽ കടികൾ നിറഞ്ഞിരിക്കുന്ന കാണാൻ തന്നെ ആഹാ അന്തസ്. അവിടുന്ന് ചായയും ആവശ്യത്തിൽ കൂടുതൽ കടിയും കഴിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു. അധികം വൈകാതെ തന്നെ ഞങ്ങൾ പാലായിലെത്തി. ഇന്ന് ഞങ്ങൾ എരുമയിലാണ് സ്റ്റേ അടിക്കുന്നത്, അപ്പന്റെ പെങ്ങളുടെ വീട്ടിൽ. ഇങ്ങോട്ടൊക്കെ അടുക്കുമ്പോഴത്തേക്ക് അപ്പനൊക്കെ വൻ ഉഷാറിലാണ് കേട്ടോ. അവരുടെ ഒരുപാട് ഓർമ്മകളുള്ള സ്ഥലങ്ങളാണല്ലോ ഇതൊക്കെ. മാത്രമല്ല പണ്ടത്തെ കഷ്ടപ്പാടിന്റെയും മലബാറിലേക്ക് കുടിയേറിയതിന്റെ ഒക്കെ ഒരുപാട് കഥകളും പറയാനുണ്ട്. ഈ ഗ്രോട്ടോ ആണ് ആന്റിയുടെ വീട്ടിലോട്ടുള്ള ഞങ്ങളുടെ അടയാളം. അങ്ങനെ ഞങ്ങൾ വീടിന്റെ ഫ്രണ്ടിലെത്തി. ആന്റി ഞങ്ങൾ എല്ലാവരെയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. മിലിറ്ററിയിൽ ലെഫ്റ്റനന്റ് കേണലായിട്ട് റിട്ടയർഡ് ആയ ആളാണ് കേട്ടോ. ചില്ലറക്കാരിയല്ല. നാട്ടിലെ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാവേ. അപ്പൊ അങ്ങനെ